തിരുവനന്തപുരത്ത് 3 ഇടങ്ങളിൽ ലഹരിവേട്ട ഉണ്ടായിരിക്കുന്നു. കൊച്ചുവേളി നാഗർകോവിൽ പാസഞ്ചർ ട്രെയിനിൽ നിന്നും 15 കഞ്ചാവ് കെട്ടുകൾ കണ്ടെത്തി. കഴക്കൂട്ടത്ത് 100 ഗ്രാം MDMA-യും 1.5 കിലോ കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. ഫാർമസിയുടെ മറവിൽ MDMA കച്ചവടം നടത്തിയ നെടുമങ്ങാട് സ്വദേശി അറസ്റ്റിലായി. കൊച്ചുവേളി നാഗർകോവിൽ പാസഞ്ചർ ട്രെയിനിൽ പാറശാല പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കെട്ടുകൾ കണ്ടെത്തിയത്. 15 പൊതികളായി ശുചിമുറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. പൊതികൾക്ക് ദിവസങ്ങളോളം പഴക്കമുണ്ടെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു. സംഭവത്തിൽ പാറശാല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴക്കൂട്ടത്ത് ബംഗളൂരുവിൽ നിന്നും ലഹരിയുമായി എത്തിയ 3 പേരാണ് പിടിയിലായത്. ഇവർ കടത്തിക്കൊണ്ടുവന്ന 100 ഗ്രാം MDMA-യും 1.5 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. പൂജപ്പുര സ്വദേശി അർജുൻ, മേലാറന്നൂർ സ്വദേശി വിമൽ രാജ്, ആര്യനാട് സ്വദേശി ഫക്തറുൽ മുഹ്മീൻ എന്നിവരാണ് പിടിയിലായത്. നെടുമങ്ങാട് ഫാർമസിയുടെ മറവിൽ MDMA കച്ചവടം നടത്തിയതിന് ഉടമയുടെ മകനാണ് പിടിയിലായത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്ക് എതിർവശത്തുള്ള വി കെയർ ഫാർമസിയിൽ നിന്നും 11 പ്ലാസ്റ്റിക് പൗച്ചുകളിലായി സൂക്ഷിച്ചിരുന്ന MDMA കണ്ടെത്തിയിരുന്നു. പിന്നാലെയാണ് ഉടമയുടെ മകൻ ഷാനാസിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തത്. 24 തിരുവനന്തപുരം.